പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെൽഫ് കോൺഫിഡൻസിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ കുറിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കും സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ട്. നമ്മളിൽ നമ്മളെ കണ്ടെത്തുക, എന്നിൽ എന്നെ കണ്ടെത്തുക, നിന്നിൽ നിന്നെ കണ്ടെത്തുക. ഇതൊരു മഹത്തായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നമ്മളെ തേടി ലോകം മുഴുവനും അന്വേഷിക്കുന്നവരാണ്. പക്ഷെ നമ്മൾക്കറിയാൻ സാധിക്കാത്തത് എന്തോ ഒന്നുണ്ട്. അത് നമുക്ക് നമ്മളിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കെല്ലാം ഉണ്ട്. ഇന്ന് ലോകത്തിൽ വളരെ കുറച്ചു പേര് മാത്രമാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കുള്ള സൂപ്പർ നാച്ചുറൽ പവറിനെ കുറിച്ച്. നമ്മളിലൊരു സൂപ്പർ നാച്ചുറൽ പവറുണ്ട്. ഇത് നമ്മുടെ ആത്മശക്തി ഒരുപാട് വളർത്തുന്നവരാണ്. മരുഭൂമിയിലേക്ക് പോകണോ, മലമുകളിലേക്ക് വിടവാങ്ങണോ, അതൊന്നും ആവശ്യമില്ല. മറിച്ച് നമ്മളുടെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിറവേറ്റിക്കൊണ്ട് നമുക്ക് നമ്മളിലെ നമ്മളെ, എന്നിലെ എന്നെ, നിന്നിലെ നിന്നെ കണ്ടെത്താനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിന് നമുക്ക് സാധിക്കണമെങ്കിൽ ആ ഒരു വിശ്വാസം ഉണ്ടാകണം. പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെയൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതൊന്നാണ്. വിശുദ്ധരൊക്കെ അവർ ധ്യാന നിമഗ്നരായിട്ടിരുന്നിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് ആ വലിയ ശക്തിയെ മനസ്സിലാക്കുന്നവരാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാപ്പിനെസ്സിനെ കുറിച്ച് പറഞ്ഞില്ലേ, 41-ാമത്തെ എപ്പിസോഡിൽ, അതുപോലെ 42-ാമത്തെ എപ്പിസോഡിലൊക്കെ നമ്മൾക്ക് ആ വലിയ ശക്തി നമുക്കുണ്ട്. ഈ ശക്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമ്മളിലുള്ള ആ പവറിനെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമല്ലേ, നമ്മുടെ ശ്വാസം എന്താണ്? നമ്മുടെ ശ്വാസം ദൈവത്തിൻ്റെ ശ്വാസമാണ്. ആ ദൈവത്തിൻ്റെ ശ്വാസത്തിൻ്റെ സംവാഹകരാണ് നമ്മളെല്ലാവരും. നമ്മളെ എല്ലാം ദൈവം നമ്മെ പരമേൽപ്പിച്ചതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ, ബൈബിളിൽ പറയുന്ന പ്രകാരമാണ്. ദൈവം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം അതിനെല്ലാം മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്തിനാണ്? മനുഷ്യൻ അവയെ എന്തു വിളിക്കുമെന്നറിയാനായിട്ട്. മനുഷ്യൻ വിളിച്ചതെല്ലാം അവയ്ക്ക് പേരായി തീർന്നു. ഇതാണ് എല്ലാത്തിൻ്റെയും അധിപതിയായിട്ട് ദൈവം നൽകിയിരിക്കുന്നത് മനുഷ്യനെയാണ്, ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെയും പരമാധികാരിയായിട്ട്. അതുകൊണ്ട് മനുഷ്യനെ അവയെ ഭരിക്കാനായിട്ട് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കില്ലേ, സോളമനെ കുറിച്ച്. സോളമനോട് ദൈവം കൊടുത്തത് അത്ഭുതകരമായിട്ടുള്ള ജ്ഞാനമാണ്. ലോകത്തിലെ നിനക്ക് ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്തതായിട്ടുണ്ടായിരിക്കുകയില്ല. സോളമൻ ചോദിച്ച ജ്ഞാനമാണ്. അപ്പം നമ്മൾക്കും ഉള്ള ആ ശക്തിയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ദൈനംദിന ജീവിതത്തിൽ കൊച്ചു കൊച്ചു വിഷമങ്ങളിലും പ്രയാസങ്ങളിലൊന്നും വീണു പോകാതിരിക്കാനാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, എനിക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിരന്തരം ചിന്തിക്കുന്നവനാകണം. എനിക്ക് ഉപകാരപ്രദമായിട്ട്, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തെ സന്തോഷപ്രദമാക്കുന്ന, 42-ാമത്തെ ക്ലാസ്സിൽ അതല്ല പറഞ്ഞു, അതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. നമ്മൾക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നിലേക്ക് കടന്നു പോകാനല്ല, മറിച്ച് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുവാനായിട്ടുള്ള ആ തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകണം. അപ്പോൾ നമ്മളിലെല്ലാവരിലും ഒരു സൂപ്പർ നാച്ചുറൽ പവറുണ്ട്. ഈ സൂപ്പർ നാച്ചുറൽ പവർ ഇപ്പം മുൻപൊക്കെ പറയും, വിശുദ്ധരുടെയൊക്കെ തലയ്ക്ക് ചുറ്റും ഒരു വളയം കാണില്ലേ, നമുക്കില്ലാത്ത എന്തുകൊണ്ട്? നമുക്കും ഉണ്ടത്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും വ്യാകുലതകളും ആകുലതകളും ദുഃഖങ്ങളും സഹനങ്ങളൊക്കെ ചിന്തിച്ച് നമ്മൾക്ക് തന്നെ കാണാൻ സാധിക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മളുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കുന്നതേ ഉള്ളൂ. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് വിശുദ്ധരും വിശുദ്ധകളുമായിട്ടാണ്. ആ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഉണ്ട്. നമുക്കത് മനസ്സിലാക്കാനായിട്ട്, കാണാനായിട്ട് സാധിക്കാത്ത വിധം നമ്മൾ ഈശോ എന്നെ പറയില്ല, അന്ധന്മാരായിട്ട് ആയിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിലുള്ള അന്ധത നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനകത്താണ്. അപ്പം നമുക്കത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ
ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ഇരിക്കുന്ന അജ്ഞാത ശക്തിയെക്കുറിച്ചൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ചില റീൽസിലൊക്കെ കാണാറുണ്ട്, 3 മണിക്ക് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽക്കുന്നത് ഒരു അജ്ഞാത ശക്തി, പേടിപ്പിക്കുകയല്ല കേട്ടോ, ഒരു അജ്ഞാത ശക്തി നമ്മളെ വിളിച്ചുണർത്തുന്നതാണെന്ന് പറയുന്നത്. ഈ അജ്ഞാത ശക്തി, അതിന് നമ്മൾക്ക് ആ ശക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ ശക്തി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഇത് നമ്മുടെ അന്തർഗതങ്ങളിലാണ് കിടക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വന്നുകൊണ്ട് പറയുമായിരുന്നു, ആ ചേട്ടന് ബിസിനസ് വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തുമാത്രം യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നെനിക്കറിയില്ല. 50 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ആ സഹോദരൻ. പക്ഷെ ദൈവം അവസരങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന് പറയണേ, എങ്ങനെ ആ കടങ്ങളിൽ നിന്ന് വിമോചിതനാകാനായിട്ട് സാധിക്കും. അദ്ദേഹം ആ മാർഗങ്ങൾ, ആശയങ്ങളെല്ലാം ഫലവത്താക്കി തീർത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കടങ്ങളെല്ലാം ഇല്ലാതായി എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ദൈവത്തിലേക്ക് ആശ്രയിച്ചു എന്ന് അദ്ദേഹം പറയുന്നത്. ദൈവത്തിലേക്ക് ആശ്രയിച്ച, ദൈവമേ ഇത്രയും കടങ്ങൾ എനിക്കുണ്ട്, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ മോചിതനാകും? അപ്പം ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് ശരണം വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തിന് ഐഡിയാസ്, ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹം ഫലവത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒട്ടും കടങ്ങളില്ല എന്ന് പറയുന്നത്. 50 ലക്ഷം രൂപ കടങ്ങൾ ഉണ്ടായത് ഏകദേശം അദ്ദേഹം പറയുന്നത് 45 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ 3/4 ഭാഗവും തീർന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ചൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അദ്ദേഹം എനിക്ക് നൽകിയ ഒരു സാക്ഷ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അപ്പം നമുക്ക് ആ വലിയ ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമുക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഉള്ളിൻ്റെ എല്ലാവരുടെയും അന്തർഗതങ്ങളിൽ ഒരു അജ്ഞാത ശക്തി, ഒരു സൂപ്പർ നാച്ചുറൽ പവറുണ്ട്. ഈ സൂപ്പർ നാച്ചുറൽ പവറിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അത് നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് ഉയർത്തും. ഇന്ന് വിശുദ്ധിയിലേക്ക് കടന്നുപോയവരുണ്ട്. നമുക്ക് വാത്മീകിയെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അദ്ദേഹം നാമം ജപിച്ച് ആ ഒരു വാത്മീകമായിട്ട് തീർന്നു എന്ന് പറയുന്നത്, ഒരു ചെതൽപ്പുറ്റായിട്ട് മാറിയെന്ന് പറയുന്നത്. അതായത് ജ്ഞാനത്തെക്കുറിച്ചുള്ള വലിയ അറിവ് അതിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും അദ്ദേഹത്തിന് ഓർക്കുന്നില്ല. ഞങ്ങൾക്കൊരു വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാനുണ്ട്. അദ്ദേഹം പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെയാണ്, പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് അരയിൽ മുൾച്ചരട് കെട്ടുമായിരുന്നു പറയുന്നത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മുൾച്ചരട് കാണാനില്ല, അതുപോലെ തൊലി വന്ന് അത് മൂടിക്കളഞ്ഞു എന്ന് പറയുന്നത്. അതാണ് ജ്ഞാനത്തെക്കുറിച്ച്, അറിവിനു വേണ്ടിയുള്ള തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടായി കഴിയുമ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് പറയുന്നത്. അപ്പം നമുക്കും ഈ വലിയ ശക്തി സംഭരിക്കുന്നവരായിട്ട് തീരാനായിട്ട്, ഈ വലിയ ശക്തിയിൽ നിറയുന്നവരായിട്ട് തീരുവാനായിട്ട്, ആ ശക്തി നമ്മളിൽ ഓരോരുത്തരിലും വീണ്ടും വീണ്ടും അത് എന്നിലുണ്ട്, നിന്നിലുണ്ട്, നമ്മളിലുണ്ട്. ആ ശക്തിയിലേക്ക് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, ആ ശക്തിയെക്കുറിച്ച് ബോധവാന്മാരാകുവാനായിട്ട്, അനുദിന ജീവിതത്തിലെ കർത്തവ്യങ്ങൾ, ഇപ്പം നമ്മൾ എന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആക്ഷൻസൊക്കെ പോസിറ്റീവായിരിക്കും എന്ന് പറയുന്നത്. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പ്രവർത്തികളെല്ലാം നെഗറ്റീവായിട്ടാണ് പ്രതിഫലിക്കുക. അപ്പോൾ പോസിറ്റീവ് എന്തും നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു ആശയം കൂടി പറഞ്ഞത്. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും പോസിറ്റീവായിരിക്കും. ഈ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നവരാണെങ്കിൽ അവരുടെ പ്രവർത്തികളിലെല്ലാം ആ നെഗറ്റിവിറ്റി പ്രതിഫലിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട്, ഞാൻ ആവർത്തിക്കുകയാണ്, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പ്രവർത്തിക്കുക, പ്രാവർത്തികമാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ കൂടുതൽ ആശയത്തിൽ നിറയുന്നവരായിട്ട് തീരുക. നമ്മുടെ അന്തർഗതങ്ങളിൽ നിൽക്കുന്ന അജ്ഞാത ശക്തി, സൂപ്പർ നാച്ചുറൽ പവറിനെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ, അതുപോലെ മറ്റ് ഭക്താഭ്യാസങ്ങളിലൂടെ, ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ഇപ്പം കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, സൂര്യ നമസ്കാരം ചെയ്യുന്നവരുണ്ട്, അവരുടെ രീതി അങ്ങനെയായിരിക്കാം. പക്ഷെ നമുക്ക് കണ്ടെത്തേണ്ടത് നമ്മളിലുള്ള ആ വലിയ ശക്തിയാണ്. ആ ശക്തിയെ കണ്ടെത്തിയിട്ട് ആ ശക്തി ഉപകാരപ്രദമാക്കി, ഉപയുക്തമാക്കിയിട്ട് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ വളർത്താൻ, ഉയർത്താൻ, അങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരായിട്ട്, ഇപ്പം 43ാമത്തെ ക്ലാസ്സാണിത്,
നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ പങ്കുവയ്ക്കാനായിട്ടുള്ള ആഗ്രഹിച്ച ആശയങ്ങളെ മറ്റുള്ളവരിലേക്കും കൊടുത്തുകൊണ്ട് ആത്മവിശ്വാസം വളർത്തി ആത്മവിശ്വാസമുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് സെൽഫ് കോൺഫിഡൻസ് വിത്ത് സൂപ്പർ നാച്ചുറൽ പവർ എന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.